ഇങ്ങോട്ടാരും ചോദിച്ചില്ല, ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി പോകരുത്, രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഓരോ ചെക്ക് പോസ്റ്റിലും ഈ സംഭവം ചോദിക്കും. ഇത് മെയിനാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വരെ, അതിക്രമിച്ച് കയറിയതിന് പേര് അറസ്റ്റ് ചെയ്യാൻ വരെ വകുപ്പുണ്ട്. 84-ൽ ഒരു പ്രീമിയർ പത്മിനി എടുത്തിട്ട് മുംബൈ ടു ലഡാക്ക് കാശ്മീർ. എല്ലാവരും ഇന്ത്യക്ക് പുറത്തുനിന്നും ആരുമല്ല, എല്ലാവരും ഇന്ത്യക്ക് അകത്തുനിന്നുള്ള ആൾക്കാരാണ്. അവർക്കാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാസിന് പ്രത്യേക പൈസയും. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ആസാമിനും നമ്മുടെ അരുണാചൽപ്രദേശിനും ഇടയ്ക്കാണ്. ശരിക്കും ബോർഡറിലാണ്. ഇതാണ് നമ്മുടെ അരുണാചൽപ്രദേശിൻ്റെ ബോർഡർ കേട്ടോ. ആ കാണുന്ന ചെറിയൊരു കമാനമാണ്. നമ്മൾ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 12 മണി 1 മണിയോടെ അവിടെ എത്തി ബോർഡർ കിടക്കാൻ നോക്കിയപ്പോഴത്തേക്കും പെർമിറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അരുണാചൽപ്രദേശിലേക്ക് പെർമിറ്റ് ആവശ്യമുണ്ട്. ILP ഇന്നലെ പെർമിറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ അത് ഉണ്ടാക്കാൻ പറ്റിയില്ല, രാത്രിയായി പോയതുകൊണ്ട്. ഇന്ന് സൺഡേ ആണ്. ഇന്നിപ്പോൾ ചെയ്തു തരാമെന്നവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, നേരെ ടെൻ്റ് അടിച്ചു. ഇവിടെ ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെ ടെൻ്റ് അടിച്ചു. ആനന്ദഭായി അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട്. മാഷ അവിടെ ടെൻ്റ് അടിച്ചു. മനുഭായി വണ്ടി കത്തിന് കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഒരു രാത്രി അങ്ങനെ പോയി. ഇനിയിപ്പോൾ ഇവിടുത്തെ ലോക്കൽ കടകളിൽ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് പെർമിറ്റ് എടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് പെർമിറ്റ് വേണോ നോർമൽ പെർമിറ്റ് വേണോ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും മനസ്സിലെങ്കിൽ കഷ്ടമാണ് ഈ ഒരു പരിപാടി. പെർമിറ്റ് ഓക്കെ, അത് അവർക്ക് സെക്യൂരിറ്റി ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് നമ്മൾ പൈസ കൊടുക്കുന്നു. നമുക്ക് ഇന്ത്യക്കാർക്ക് തന്നെ ഇന്ത്യക്കകത്ത് ഒരു സംസ്ഥാനത്ത് യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേക പെർമിറ്റ് ആവശ്യമുണ്ട്. അതിന് പേയ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇപ്പം പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം പെർമിറ്റ് എന്നുള്ളത് ഓക്കെ, നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഒരു മിനിമം നമ്മുടെ ആൾക്കാരുടെ മൂവ്മെൻറ്റ് കുറയ്ക്കാനും ഒരു കൺട്രോൾ വരാനൊക്കെയാണ് ഈ ഒരു ഇത് വരുന്നത്. പക്ഷെ അതിനൊരു എമൗണ്ട് ഈടാക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അതെന്തിനാണ്? നമുക്ക് അതിനുള്ള സർവീസ് ഒന്നും അവർ തരുന്നില്ല. അതായത് പെർമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ സർവീസുകളൊന്നും, നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി പാസ് മാത്രമാണ്, സ്റ്റേറ്റിലേക്ക് കയറാനുള്ള പാസ് മാത്രമാണ്. അപ്പോൾ അതിന് ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ 400 രൂപ പെർ പേഴ്സൺ കൊടുക്കണം. അങ്ങനത്തെ വരുമ്പോഴത്തേക്കും ഇന്ത്യക്കാർക്ക് തന്നെയാണെന്ന് ഓർക്കണം. നമ്മളെല്ലാവരും ഇന്ത്യക്ക് പുറത്തുനിന്നും ആരുമല്ല, എല്ലാവരും ഇന്ത്യക്ക് അകത്തുനിന്നുള്ള ആൾക്കാരാണ്. അവർക്കാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാസിന് പ്രത്യേക പൈസയും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. വന്നു കഴിഞ്ഞ് തീരുമാനിക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഇവിടെ വന്നു. ഇവിടെ രാവിലെ വിക്രം ഭായിനെ പരിചയപ്പെട്ടു കേട്ടോ. ഇയാൾ ഈ കടയുടെ ഓണറാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് പെർമിറ്റ്, അതായത് തവാങ്ങിലേക്ക് പോകാനുള്ള ILP പെർമിറ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കി തരും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉണ്ടാക്കി തരും. നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫോട്ടോ, പിന്നെ വോട്ടർ ID, നമ്മുടെ ഏതെങ്കിലും ID പ്രൂഫ്, അതുപോലെ തന്നെ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അല്ലേ. വാക്സിൻ എടുക്കാത്തവർ, സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ ഇവിടെ തന്നെ അരുണാചൽപ്രദേശിന്റെ കോൺസ ബോർഡർ ബലുക്പോം ബോർഡറാണ്. നമ്മൾ ആസാമിൽ നിന്ന് വരുമ്പോൾ ഉള്ള ബോർഡറാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് വാക്സിനേഷൻ സെക്കൻഡ് ഡോസ് എടുക്കാത്തവർക്ക് ഇവിടെ തന്നെ RT-PCR ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. 200 രൂപ 250 വരെയാണ് ഫീസ് എന്ന് തോന്നുന്നു. RT-PCR ചെയ്തു തരും. അതുപോലെ പെർമിറ്റിന്റെ കാര്യത്തിലും ടെൻഷൻ ഒന്നും വേണ്ട. ഇത്തരം ഡോക്യുമെന്റ്സ് നമ്മളിലുണ്ടെങ്കിൽ ഇവിടെ ഈ ഇങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് ഇവിടെ തോന്നുന്നു. നമ്മളിവിടെ നിന്ന് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അവർ ചെയ്തു തരും. ഇതാണ് നമ്മുടെ ബോർഡറാണ് കേട്ടോ. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുമ്പിലുണ്ട്. തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റും ഉണ്ട്, ആർമി ക്യാമ്പുണ്ട്. ആരും വലിയ പ്രശ്നക്കാരൊന്നുമല്ല. നമുക്ക് ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്കിതാ പാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാത്രി 12 മണിക്ക് വന്നിട്ട് രാവിലെ എത്ര നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തേ? ഏതാണ്ട് 9 മണിയൊക്കെ അല്ലേ? 9 മണിയൊക്കെ ആയപ്പോൾ അപ്ലൈ ചെയ്തു. വിഷയം എന്താ അപ്ലൈ ചെയ്ത് 9 മണിക്ക് പറയത്തില്ല. കാരണം കോവിഡ് ടെസ്റ്റിന്റെ നമ്മുടെ ആനന്ദ്ഭായിയുടെ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് വന്നിട്ട് ഒരു അരമണിക്കൂറായിട്ട് അത്ര ആയിട്ടുള്ള സംഭവം പെട്ടെന്ന് അരമണിക്കൂറോട് കിട്ടിയെന്ന് പറയാം. കാരണം ലാസ്റ്റ് വൺ അരമണിക്കൂറുണ്ട് വന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നർ ലൈൻ പാസ്, പ്രൊവിഷണൽ ഇന്നർ ലൈൻ പാസ്. അതാണ് ILP നമ്മൾ പറയുന്ന സാധനം. പിന്നെ അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരാളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തും. ശേഷം നെയിം ഓഫ് അക്കമ്പനി ചെയ്യുന്ന ആൾക്കാരുടെ എത്ര പേരുണ്ട് അവരുടെ പേരും ഫാദറിൻ്റെ പേരും വെച്ച് സീലടിച്ച് ഇവിടെ തന്നെ ഇത് അസിസ്റ്റന്റ് എക്സ്ട്രാ അസിസ്റ്റന്റ് കമ്മീഷണറോ അങ്ങനെ എന്താ സംഭവം അവരാണ് സീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് സീൽ ചെയ്ത് അരമണിക്കൂർ കൊണ്ട് നമ്മൾ കൊണ്ടുതരും കേട്ടോ. ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം, അത് വലിയ പണിയൊന്നുമില്ല, അത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെക്ക് പോസ്റ്റ് തന്നെ എൻ്റർ ചെയ്യാം. സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ വണ്ടി എടുത്ത് തവാങ്ങിലേക്ക് വിടാം. ഈ ഒരു പെർമിറ്റ് നമുക്ക് 14-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് കേട്ടോ. അതായത് 15 ദിവസം അല്ലേ, 15 ദിവസത്തെ പെർമിറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് വെച്ച് നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല. അരുണാചൽ പ്രദേശിൽ തവാങ്ങിൽ മാത്രം. ബാക്കി ഇറ്റാനഗറിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓൾ പെർമിറ്റ് കിട്ടും. അതായത് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള പെർമിറ്റ് കിട്ടും. ആ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു, ചെറിയ റേറ്റ് വ്യത്യാസം വരും. ഇതിനിപ്പോൾ നമുക്ക് ചിലവായത് 200 രൂപയാണ്. ഒരാൾക്ക് 200 രൂപയും അങ്ങനെ 600 രൂപ. പിന്നെ അവരുടെ ചാർജ് നമ്മൾ ഏജൻറ്റിൻ്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ ആൾക്ക് ഒരു 100 രൂപയും കൊടുത്തു. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആണെങ്കിൽ 100 രൂപയ്ക്കാണ്ട് നടക്കുന്ന കേസാണ്. പക്ഷേ ഓൺലൈൻ നമുക്ക് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ സാറേ? 24 മണിക്കൂറൊക്കെ ഡിലേ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അവരുടെ സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അതായത് അത് അവര് കണ്ട് ആക്കി തന്നെ നമ്മൾ ആശയിലൊക്കെ നമ്മൾ ഓരോ കാര്യം വില്ലേജിലൊക്കെ സേവനങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 24 മണിക്കൂറൊക്കെ എടുക്കും. അതേപോലെ തന്നെ ഇത് താമസം എടുക്കും. അപ്പം റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മൾ മാനുവൽ തന്നെ ചെയ്യിപ്പിച്ചു. ഇവിടെ തന്നെ നമ്മുടെ ഏജന്റ് ഉണ്ട്, അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് പോയി സൈൻ മേടിച്ച് കൊണ്ടെത്തി. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫോട്ടോ കൊടുക്കുക, ഐ കാർഡ് കൊടുക്കുക. ഈ 4 പേർക്ക് ചെയ്യാൻ 700 രൂപയും പിന്നെ സിറോക്സിന് 40 മൊത്തം 740 രൂപ. 700 രൂപയാണ് ചാർജ്. 700 രൂപ ചാർജ്. 700 രൂപയുള്ളൂ. അതെ 700 രൂപ ചാർജ് 4 പേർക്ക്. അങ്ങനെയാണ് ചാർജ് വരുന്നത്. ഏജന്റിന്റെ പൈസ അടക്കമാണ് 100 രൂപ ഏജന്റ് അടക്കം. 600 രൂപ ഇതിന്റെ ചാർജും വരും, 100 രൂപ ഏജന്റിന്റെ ഫീസും വരും. അപ്പോൾ തവാങ്ങ പോകുന്നവർ ശ്രദ്ധിക്കുക, രാത്രി വന്നാലും അവർ കടത്തി വിടില്ല കേട്ടോ. അഥവാ ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചാണ് രാത്രി അല്ലേ, നമുക്ക് വേണം കടന്ന് പോകാമായിരുന്നു. പക്ഷെ കടന്നു പോയാൽ കുഴപ്പമില്ലെന്നറിയാവോ, ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ മുമ്പോട്ട് ചെല്ലുന്നവർ ചെക്ക് പോസ്റ്റ് കുറേ ഉണ്ട്. അവിടെ എവിടെയെല്ലാം പിടിച്ചിട്ടാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അറസ്റ്റ് ചെയ്യാനുള്ള വരെയുള്ള വകുപ്പുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് നന്നായി. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ഇങ്ങോട്ടാരും ചോദിച്ചില്ല, ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി പോകരുത്, രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഓരോ ചെക്ക് പോസ്റ്റിലും ഈ സംഭവം ചോദിക്കും. ഇത് മെയിനാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വരെ, അതിക്രമിച്ച് കയറിയതിന് പേര് അറസ്റ്റ് ചെയ്യാൻ വരെ വകുപ്പുണ്ട്. അപ്പം അങ്ങോട്ട് തന്നെ ചോദിച്ച് ഈ ഒരു സാധനം ഇന്നലെ പെർമിറ്റ് ചോദിച്ച് മേടിച്ചെടുത്തതിന് ശേഷം മാത്രം വണ്ടി എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളിതാ പാസ്സൊക്കെ എടുത്ത് അരുണാചൽ പ്രദേശിലേക്ക് കയറി. ഇത് തവാങ്ങിലേക്കുള്ള വഴിയാണ് കേട്ടോ. അവിടുന്ന് ചെക്ക് പോസ്റ്റ് ഈ വഴി നേരെ തവാങ്ങിലേക്ക് തന്നെ പോകുന്ന വഴിയാണ്. കംപ്ലീറ്റ് മലകളാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു പുഴയുണ്ട്. അത് ഇവിടുന്ന് ഇപ്പം കാണാൻ പറ്റില്ല, പക്ഷെ നല്ല വീതിയിലുള്ള ഒരു പുഴയാണ്. രാത്രി നമ്മൾ അറിഞ്ഞാൽ ഇവിടുന്ന് കുക്ക് ചെയ്യായിരുന്നല്ലേ, പക്ഷെ മൃഗങ്ങളും വല്ലതും ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അടച്ചു വിട്ടില്ല, അത് വേറൊരു കാര്യമാണ്. അല്ല, ഈ പുഴ താഴേക്ക് ഉണ്ടാവും. താഴെ എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതല്ലേ, പോയി നോക്കിയായിരുന്നു. ഞാൻ എന്നെ കൂടെ പോയി നോക്കി. അപ്പം ഇതാണ് മുകളിൽ അവിടെ ഇവിടെക്കാട്ട് ചുര ഇടിഞ്ഞത്, മല ഇടിഞ്ഞതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പല മല കേട്ടോ, പല ലേയേഴ്സ് ആണ്. ആ കാണുന്ന നീല നിറത്ത് കാണുന്ന കുറച്ച് ദൂരെ നിൽക്കുമ്പോൾ ഈ ഒരു പച്ച നിറത്ത് കാണുന്ന മല നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മലയാണ്. അതുപോലെ തന്നെ അവൻ മുമ്പോട്ട് നോക്കിയല്ലോ, റോഡ് നോക്കി ഓടിക്കുന്നത്. ചെറിയ ടൗണുകൾ കാണാം. ടൗണുകളിൽ കൂടുതലും മാർക്കറ്റുകളിലെല്ലാം സ്ത്രീ ആധിപത്യമുണ്ട്. അവിടെ പൊതുവെ കടകളിലൊക്കെ സ്ത്രീകളാണ്. അതിപ്പോൾ ആസാമിൻ്റെ ബോർഡർ ആണെങ്കിലും അരുണാചൽ പ്രദേശിലേക്ക് കയറിയപ്പോഴാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് കാണുന്നത് ആ ഒരു ഇതാണ്. കംപ്ലീറ്റ് സ്ത്രീകളെയാണ് കാണുന്നത് കടകളിലും എല്ലായിടത്തും. ഇതൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇതുപോലെ ചെക്ക് പോസ്റ്റുകൾ ഇങ്ങനെ ഒരുപാടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഈ പാസ് കാണിക്കേണ്ടതായിട്ട് വരും. എൻട്രി ചെയ്ത് പാസ് കാണിക്കേണ്ടതായിട്ട് വരും. ഇത് എല്ലാ ചെക്ക് പോസ്റ്റിലും ഈ പാസ് എൻട്രി ചെയ്യണം. പാസ് കൊണ്ടേ കാണിച്ച് എൻട്രി ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം. ഇതൊക്കെ ചെറിയ ചന്തകളൊക്കെ സൈഡിലുണ്ട് കേട്ടോ. സൈഡിലൊക്കെ പിന്നെ ചെറിയ മാർക്കറ്റുകൾ എല്ലാം രാവിലെ എണീറ്റ് വരുന്നതേ ഉള്ളൂ, റെഡി ആയി വരുന്നതേ ഉള്ളൂ. ഇതാണ് പുഴ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ദയനീയാവസ്ഥയായല്ലോ പുഴയുടെ. ഒരു അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഇവിടുത്തെ സാധാരണ ഇതായിരിക്കും. നമ്മൾ പക്ഷേ കയറി കഴിഞ്ഞ് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിർത്തിയെടുത്തതാണ്. എന്തായാലും ഈ പുഴയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുഴ കേട്ടോ. നല്ലൊരു പുഴയാണ്. അപ്പുറം ഇപ്പുറം മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് കണ്ടോ ഇടിഞ്ഞു കിടക്കുന്നത്. ഒരു രക്ഷയില്ല. നമ്മൾ ചെക്ക് പോസ്റ്റിനൊക്കെ കുറേ പോകുന്നു, കുറേ കയറ്റമെല്ലാം കയറി. ഇത് സെസ എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ. സെസ
ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ തേങ്ങ എന്നത് TENGA തെങ്ങ എന്നുള്ളതായിരിക്കും, നമ്മൾ തേങ്ങ എന്ന് വായിക്കും. അങ്ങനെ ഒരു ഗ്രാമം വരും. ഇതൊക്കെ ചെറിയ ചെറിയ എന്നുണ്ടോ, ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടോ, ഒരു വീട് പോലും മണ്ണ് തൊട്ടിട്ടില്ല, എല്ലാം മരക്കുറ്റിയിലാണ് നിൽക്കുന്നത്. അത് കാണിച്ചു തരണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ പച്ചക്കറി വാങ്ങാനായിട്ട് നിർത്തിയാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും തന്നെ വെള്ളം ഇങ്ങനെയാണ് കേട്ടോ, ഒരു കണക്ഷൻ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു മുകളിൽ നിന്ന് എല്ലാം വരുന്ന വെള്ളമായിരിക്കും. പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഈ പൈപ്പ് ഓരോ വീടുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ലോറി കയറ്റം കയറി വരുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ പച്ചക്കറി കട. മനോഹരൻ കട്ട ഷോപ്പിങ്ങിലാണ് കേട്ടോ. മനോട്ടാ വില ചോദിച്ചായിരുന്നു ആദ്യം. ഒന്നും പറയാൻ പറ്റില്ല. ടീ എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ചെറിയൊരു കടയാണ്. അത്യാവശ്യം ഇവിടുത്തെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകൾ നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ നിൽക്കുന്നത്. കംപ്ലീറ്റ് മരക്കുറ്റികളായിരിക്കും. ഈ വീട് നിൽക്കുന്നുണ്ടോ, ഫുള്ള് മരക്കുറ്റികളാണ്. അടിയിൽ മൊത്തം മരക്കുറ്റികളാണ് കേട്ടോ. ആ ഒരു ഭാഗത്തുണ്ടോ മൊത്തം മരക്കുറ്റികൾ നിറച്ച് അടിച്ചു വെച്ചേക്കാണ്. അപ്പം മണ്ണിൽ, അതായത് ഈ റോഡിൻ്റെ ഈ ഒരു കരയിലേക്ക് വീടിൻ്റെ യാതൊരു അംശവും തൊട്ടിട്ടില്ല. സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊത്തം ആ മരക്കുറ്റിയിലാണ്. ജസ്റ്റ് അതിൻ്റെ ഉമ്മറം, അതിൻ്റെ തിണ്ണ മാത്രം, ആ എൻട്രൻസ് മാത്രമാണ് ആ മണ്ണിലേക്ക് നീണ്ടു നിൽക്കുന്നതും. കാര്യമായിട്ട് നീണ്ടു നിൽപ്പില്ല. കണ്ടോ, ഇതുപോലെയാണ് സംഭവം. ഇത് കണ്ടോ, എവിടെയും അവർ മണ്ണിനകത്ത് അധികം കളിക്കാതെ ജസ്റ്റ് ഇതുണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അധികം 2-3 കുറ്റികൾ മാത്രമേ നമ്മുടെ മണ്ണ് തൊട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിൽക്കുന്നത് വേണമെങ്കിൽ എയറിലാണെന്ന് പറയാം. കുറ്റി അടിച്ച് താഴേക്ക് കാല് നാട്ടി അതിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് പോകേണ്ട റോഡാണ് കേട്ടോ ആ കാണുന്നത്. അങ്ങനെ ആ റോഡ് നമ്മൾ ഇവിടെ നിന്ന് കയറി ഇങ്ങനെ ലോറി പോകുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പോകണം. റോഡ് ഇങ്ങനെ പോയി അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ്. തണുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയിലാണിപ്പോൾ. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷം നമ്മൾ നേരെ തെങ്ങായി നിർത്തും. തെങ്ങ അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. മുമ്പിനൊരു ചെറിയ വെള്ളച്ചാട്ടം അല്ലേ? നമ്മൾ വലിയൊരു വെള്ളച്ചാട്ടം കഴിഞ്ഞു. പുതിയ റോഡാട്ടോ, ഒരു രക്ഷയില്ല റോഡ്. അത് 2 വെള്ളച്ചാട്ടം ഉണ്ട്. ഈ സൈഡിൽ വെള്ളച്ചാട്ടം കൂടാതെ കുറച്ചുകൂടെ ഭംഗിയുള്ള വെള്ളച്ചാട്ടം പുറകിലേക്കും ഉണ്ടായിരുന്നു. അമ്പലം ഉണ്ടോ അവിടെ ചെറുതായിട്ട്. നമ്മളെ ഉള്ളി മേടിച്ചായിരുന്നു, നമ്മുടെ ബുക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഉള്ളി മേടിച്ചില്ല നമ്മൾ. അപ്പോൾ നമ്മളെ മറ്റേ വഴി കയറി. നമ്മൾ അവിടെ നിന്ന് ദൂരേന്ന് കണ്ട വഴിയാണ്. ആ വഴിയിലെത്തി ഇവിടെ. ആ സൈഡ് അവിടെ സാറേ, ആ സൈഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സൈഡ് നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ. അത് ആ ഒരു പാറ പൊട്ടിയേക്കുന്ന, മല ഇടിഞ്ഞേക്കുന്നത് കാണുന്നില്ല. അത് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മല ഒരു ഇടിച്ചതാണ്, ചിത്തെറിഞ്ഞുണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. ആ ഒരു കിടങ്ങ് നോക്കിക്കുക. ഞാൻ ജസ്റ്റ് റൈറ്റ് അടിപ്പിക്കാം. എൻ്റെ ഒന്നുമില്ല. ഓ രക്ഷയില്ല. എന്ത് കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇത്രയും വീതിയുള്ള റോഡ് ഈ മലയുടെ മണ്ടയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വീതി നിർത്തിയും. അതെ, വൃത്തിയുള്ള റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോഴും മണ്ണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ പണിയുന്നുണ്ട്. ബാക്കി വർക്കുകളൊക്കെ നടക്കുകയാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ വർക്കാണ്. ഇവിടെയൊക്കെ പണിയുന്ന സമയത്ത് ഒന്നാമത് ഓക്സിജന്റെ കുറവ്. ഇത്രയും മലമുകളെത്തുമ്പോഴേക്കും നമുക്ക് താഴെ കിട്ടുന്ന ഓക്സിജൻ കിട്ടത്തില്ല. അതിന്റെ കൂടെ ഇത്രയും കട്ടിയുള്ള പണി ചെയ്യുന്നു. ഈ മലയ്ക്കപ്പുറം എന്താണാവോ. നമുക്ക് ദിരാങ് 98, തവാങ് 232, സിങ്ചുൻ 29, ബോംഡില്ല 6 വണ്ടി കെട്ടി വെച്ചുകൊണ്ടിരുന്നുണ്ടോ. രണ്ടും ഒരേ ടൈപ്പ് തന്നെ അല്ലേ ലൈനാനിന്റെ? ഒന്ന് റിക്കവറി വണ്ടിയാണെന്ന് മാത്രം. അത് റിക്കവറി വണ്ടി തന്നെ, മറ്റേ ക്രെയിൻ പഠിപ്പിച്ച വണ്ടിയാണ്. നമ്മൾ വൈകുന്നേരം 7 മണി 8 മണിയൊക്കെ ആവും തോന്നുന്നു അവിടെ എത്താൻ. ഒരു ടൈം അല്ലേ ആനന്ദ്ഭായി? അപ്പോൾ നമ്മൾ ഇന്ന് മിക്കവാറും അവിടെ പോയി സ്റ്റേ അടിക്കുമായിരിക്കും. തവാങ്ങുന്ന കുറച്ച് ദൂരം മാറി അവിടെ ഒരു സ്റ്റേ അടിക്കുമായിരിക്കും. അതിനുശേഷം നാളെ രാവിലെ തവാങ് കയറിയിട്ട് കണ്ട് നാളെ തന്നെ ഇറങ്ങുന്ന പോലത്തെ പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേറെ കാര്യമുള്ളത്, ഈ ഒരു പാസം വെച്ചിട്ട് വേറെ എവിടെ പോകാൻ പറ്റില്ല. തവാങ് മാത്രമേ പോകാൻ പറ്റൂ. നമ്മൾ തവാങ് കണ്ട് നേരെ ഇറങ്ങി പിന്നെ അടുത്ത സ്റ്റേറ്റിലേക്ക് കയറും. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ പെർമിറ്റ് ഉണ്ടാക്കണം. മേഘാലയ ആണെങ്കിലും മണിപ്പൂരാണെങ്കിലും. മേഘാലയ പെർമിറ്റ് ഇല്ലല്ലോ. മേഘാലയയിലായിട്ടില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ട പോലെ തോന്നി. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, പെർമിറ്റ് ഒന്നും വേണ്ട. ഞാൻ പോയപ്പോഴില്ലായിരുന്നു കേട്ടോ. മേഘാലയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മണിപ്പൂരിലേക്ക് ഞാൻ പോയപ്പോഴില്ലായിരുന്നു. മണിപ്പൂരിൽ പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ആക്കിയത്. മണിപ്പൂരിൽ ഞാൻ പോയ സമയത്തൊന്നും ഇല്ലായിരുന്നു, ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പം ആക്കിയിട്ടുണ്ട്. 8 മാസമായിട്ടുള്ളൂ.
ഇത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നിച്ചിഫു എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നിച്ചിഫു തന്നെ ഒയ്യേ निजीपू 0 पॉइंट 0 पॉइंट क्यों बोलते हैं? 0 पॉइंट ये नाम रखा है इसका 0 पॉइंट 0 पॉइंट नाम रखा है. अच्छा इसका ओरिजिनल नाम है लीचीपू. अच्छा ये टेम्परेचर कितने तक आएगी? बहुत का इसमें होगा ठंडा का होगा आपका. ये मिस्टर को मालूम होगा, हमको इतना मालूम नहीं. मिस्टर मिस्टर ये ठंडा टेम्परेचर कितना है? कितना 11 तक. अच्छा എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതുണ്ടോ കുറേ കിവിയുടെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആളെന്തോ ഇവിടെ പാക്ക് ചെയ്തായിരുന്നു തോന്നുന്നു കേട്ടോ. സംഭവം ആപ്പിൾ പാക്ക് ചെയ്തായിരുന്നു. ഇത് കിവി ഫ്രൂട്ടാണ്. ഇത് ചൗമീൻ ഉണ്ടാക്കുന്ന സാധനം. ഇത് കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ. ഗ്രീൻ ആപ്പിളിൻ്റെ പൾപ്പും ജ്യൂസും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഐറ്റംസ്. ബുഡ്വൈസറിൻ്റെ അച്ഛാ വൈൻ ബിയറൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ബിയറൊക്കെ ഉണ്ടല്ലോ. दीदी ये बियर है क्या? ओ बियर है क्या? बडवाइजर बियर है. केफ नहीं है, किंगफिशर नहीं है. अच्छा ये पुलिस का कुछ ऐसा प्रॉब्लम नहीं है ये यहाँ पर भेजने के लिए? यहाँ का आपका कीवी वाइन होगा. नहीं ये बडवाइजर वो कौन सा है? बियर है ना वो सही. बियर है वो. अच्छा पुलिस का चक्कर नहीं है ना? पुलिस का चक्कर नहीं. എന്നാലും ബിയർ ഇങ്ങനെ കടയിൽ വിൽക്കുമ്പോഴേ എന്തായാലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ലൈസൻസ് ആയി ബിയർ വെച്ചെങ്കിൽ हाँ अच्छा परमिशन है ऐसा. चेन्नई सर चक्कचोला जैक फ्रूट चिप्स उണ്ടോ? ये चेन्नई से नहीं है, ये केरला से है. केरला का है. चेन्नई स्टेट था एक तो चिप्स था वो खत्म हो गया. ये मीठा है क्या? ये क्या है? ये मिठाई है. हाँ നോക്കിയേ സൂപ്പർ സാധനമാണ്. മുഖമുള്ള മുട്ടായി മഞ്ഞമുട്ടായി പോലെ ഇരിക്കും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്ഥലം നോക്കി കുറേ നടക്കുന്നു. ചിലപ്പോൾ തണലുണ്ടാവും, അവിടെ വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഉണ്ടാകുമ്പോൾ തണലുണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ വണ്ടി പാർക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളിതൊരു തൂക്കുപാലത്തിനവിടെ എത്തി. ഇതുണ്ടോ അടിപൊളി തൂക്കുപാലമാണ്. ഹായ് സാറാ മാറിയ അവൻ നാണം വരുന്നു. ഞാൻ പോലെന്നാ. हाय नाम क्या है? राबो कहाँ से? अच्छा आज छुट्टी है? आज छुट्टी. संडे कल भी छुट्टी. एक मिनट तुम्हारे एक फोटो खींचना है. एक मिनट रुको. നമ്മൾ ജസ്റ്റ് ഇതാ തൂക്കുപാലത്തിൽ ഒന്ന് കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാന്ന്. ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അനുഭായി ആണെങ്കിൽ ഇതാ അവിടെ നിന്ന് പോയി തിരിച്ചു വരും കേട്ടോ. നല്ല പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസമുള്ളൊരു പുഴ. നമ്മൾ തൂക്കുപാലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചാഞ്ചാടി 110 കിലോ താങ്ങൂല കേട്ടോ. അതിൽ 110 കിലോ താങ്ങൂല. 110 കിലോ ഒന്നും താങ്ങൂലെന്ന്. ഇത് മനുഷ്യന്മാർക്കുള്ള സാധനമാണ്. കിട്ടുന്ന സാധനം മലമ്പുഴ തൂക്കുവാനൊക്കെ പിന്നാണ്. ഇതുണ്ടോ ഇതാണ് പുഴ കേട്ടോ. ചുറ്റുപാട് മലയാണേ. തവാങ്ങിലേക്ക് ദൂരമുണ്ട് കേട്ടോ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 200 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. നമ്മൾ മാപ്പിൽ വൈകുന്നേരം രാത്രി 8 മണിയൊക്കെയാണ് കാണിച്ചായിരുന്നത് അവിടെ എത്തുന്ന സമയം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മെല്ലെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ, അല്ലെങ്കിൽ സാറിപ്പോൾ ഓഫായി പോവും. ഭക്ഷണം ചോറുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുക്കറിന് ചെറിയൊരു ലീക്ക്.
അപ്പോൾ അതെന്താണെന്ന് കുറച്ചൊക്കെ തിളച്ചായിരുന്നു. ഫസ്റ്റ് വിസിൽ അടിക്കുന്നതിന് മുന്നേ തന്നെ ആ ലീക്ക് സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പം അവിടെയാണ് സംഭവം എന്ന് അറിയത്തില്ല. വാഷറിൻ്റെ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നാണ്. ആ സൈഡിലാണോ? അത് കഴിയുമ്പോൾ വിടർത്തി കഴിയും. ഞാൻ ഊരി കഴുകിക്കൊണ്ടിരുന്ന, പക്ഷെ ഇപ്പോൾ ഊരി കഴുകാതിരിക്കുന്ന പോകണ്ട, മറ്റേ കീറി പോയില്ലേ, അതുകൊണ്ട് ഊരിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം, നേരത്തെ പറയുന്ന തൂക്കുപാലം ഇല്ലേ, അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് 2 കമാനം പോലെ ഉണ്ട് കണ്ടോ, ചെറിയ 2 വീട് പോലെ. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ രാത്രിയിലേക്കത്തും കൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ, തീരുമാനിച്ചില്ല, സമയം പോലെ. ഇതൊരു തൂക്കുപാലം കാട്ടിലെ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് ബ്രിഡ്ജ് ഓവർ ടെങ്ക റിവർ ബിറ്റ്വീൻ ജംരി ഫോറസ്റ്റ്, ഫുഡ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. മുകളിൽ ഒരു വീട് നിൽപ്പുണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ തുമ്പത്ത്? അതൊക്കെ എങ്ങനെ നിൽക്കുന്നു ആവോ? ആ ഒരു മണ്ണെടുത്ത സ്ഥലത്തുണ്ടല്ലോ, കാണുന്നില്ല? ആ മണ്ണെടുത്ത സ്ഥലത്താണ് ആ തുമ്പത്ത് വീട് നിൽക്കുന്നത്. കണ്ടോ, ഈ ഒരു വീട്. രക്ഷയില്ല. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരിത് തന്നെയാണ്. ഓ, എന്താ പറയുക, അത് എന്താ പറ്റി? അഡ്ജസ്റ്റ്മെന്റ് ചെറിയ പ്രശ്നം വരുന്നു ഇടയ്ക്കിടയ്ക്ക്. വർഷം ആണോ? കഴുകുമ്പോൾ നിർത്തി കഴുകുകയാണെങ്കിൽ കുറച്ച് ഓക്കെ ആവും. പണിയായല്ലോ. ഞങ്ങൾ വണ്ടി നിർത്തുമ്പോൾ ഉണ്ടല്ലോ ആരും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ. ഞങ്ങളുടെ വണ്ടി കണ്ട ആൾക്കാർ ഇവിടെ നിർത്തി. ഇപ്പം എത്ര വണ്ടിയാണെന്നറിയോ? ഒരു രക്ഷയില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടികൾ ഇത്രയും കണ്ടിട്ട് ആൾ കൂടി പോലീസും വന്ന് ഞങ്ങളെ മുക്കാൻ പറഞ്ഞു വിടാൻ വഴിയുണ്ട്. ഇത്രയും വണ്ടിയായി. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു വണ്ടി, ഞങ്ങളുടെ വണ്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഒരേ ഒരു വണ്ടി മാത്രം. അപ്പോൾ ഇത്രയും വണ്ടിയായി ഇവിടെ. തൂക്കുപാലം കാണാൻ നിൽക്കുന്നതായിരിക്കും, പക്ഷേ ഇത്ര നേരം ഞങ്ങൾ ആരെയും കണ്ടില്ല. അധികം ശ്രദ്ധിക്കാത്ത ഒരു ഇതിലാണ്, സ്പോട്ടിലാണ്. പിന്നെ സ്ഥിരം ഡ്രൈവേഴ്സ് ആണെങ്കിൽ അവർക്കറിയായിരിക്കും. എന്തായാലും ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യം ബാക്കി നോക്കട്ടെ. എണ്ണ നമ്മുടെ തണുപ്പായതുകൊണ്ട് നമ്മുടെ എണ്ണ തണുത്ത് കനത്തിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെ പോയാലും ആദ്യം എണ്ണ വെയിലത്ത് വെച്ച് ഇതാക്കിയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനുവേട്ടൻ കട്ടിങ്ങിലാണ്, എന്നത്തെയും പോലെ തന്നെ ഇന്നും കട്ടർ കിങ്ങിലാണ് കേട്ടോ. ഇന്നത്തെ ഐറ്റംസ് ഇന്ന് ഉള്ളിയില്ല, ഉള്ളി നമുക്ക് എവിടെയും കിട്ടിയില്ല. മുമ്പോട്ട് പോയാൽ മുളച്ചു പോയോ? ആ, പുതിയ നമുക്ക് വാങ്ങാൻ കിട്ടിയില്ല കേട്ടോ. നല്ല ഉള്ളി കിട്ടിയില്ല. അപ്പോൾ മുമ്പോട്ട് ഇനി 10-20 കിലോമീറ്ററോളം പോകേണ്ടി വരും. സാറ് താങ്ങുകയില്ല അല്ലേ? വിശക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ സാറിൻ്റെ കാര്യം രസമാണ്. ഞങ്ങൾ പൂരി കഴിച്ചപ്പം എണ്ണയാണ് പൂരി എന്നും പറഞ്ഞുകൊണ്ട് എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാന്ന് പറഞ്ഞു. സാറ് പൂരി വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടോ കഴിച്ച തന്നെ അവന് കേട്ടാ ആ പൂരീൻ്റെ ഡബിൾ എണ്ണയുള്ള 2 ഓംലെറ്റ്. സാറ് ചില സമയത്ത് ഭയങ്കര കോമഡിയാണ്, രക്ഷയില്ല. അല്ല, 2 ഓംലെറ്റ് മാത്രമല്ല, പൂരി മാത്രം കഴിച്ചാൽ മതി. പൂരിക്കകത്ത് എണ്ണ ഇല്ലായിരുന്നു, ഒരു തുള്ളി എണ്ണ ഇല്ലായിരുന്നു. അത് മറ്റേ ഉണങ്ങി കിടക്കുന്ന സാധനമായിരുന്നു പൂരി, നല്ലോണം ഡ്രൈ ആയിരുന്നു. എന്തായാലും നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കട്ടെ കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. ആൾക്കാർ പാലം കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കാൻ നിർത്തിയ സമയത്ത് ഇവിടെ ഒരു ടീം വന്നു കേട്ടോ. ഇവര് ഫ്രം मुंबई से है ना? मुंबई से कितना लोग हैं आप लोग टोटल? 10 members, मतलब different families. Okay. ഇവര് आप 81 years old and you 69. ഇവര് ഈ ഒരു പ്രായത്തിലും ഒരുമിച്ച് യാത്ര ചെയ്ത് കുക്ക് ചെയ്ത് ഒരു വണ്ടിയിൽ ഇത്രയും പേര് എൻജോയ് ചെയ്ത് പോകുന്ന പറയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഇത് ശരിക്കും സ്പിരിറ്റാണ്. അതെ. ഇവര് 1984 ഇവരൊരു പ്രീമിയർ പത്മിനി എടുത്ത് 4 പേര് മുംബൈ ടു കശ്മീർ. മുംബൈ ടു കശ്മീർ. ആ സമയത്ത് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ നമുക്കൊന്നും. നമ്മളിപ്പോൾ ഇവിടുന്ന് ലഡാക്ക് പോകുന്നതൊക്കെ വലിയ കാര്യമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ 84 ഒരു പ്രീമിയർ പത്മിനി എടുത്തിട്ട് മുംബൈ ടു കശ്മീർ അച്ഛാ കശ്മീർ വരെ പോയി വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ചില്ലറക്കാരല്ല, വലിയ ബഡാ ടീം. ആൻഡ് ദെൻ 87 from Mumbai to Nepal. Okay, 87. We were 3 only. Okay. At that time. Oh. That same gadi. Okay. Same car. പ്രീമിയർ പത്മിനി. അച്ഛാ അതിനുശേഷം 87 ഇവര് പ്രീമിയർ സെയിം വണ്ടി എടുത്തിട്ട് തന്നെ ഇവര് മുംബൈ ടു നേപ്പാൾ പോയിട്ട് വന്നു. बढ़िया बात है. He used to work as a
SI. At that time, I was in service. Oh. So you took leave and went. Yeah. Nice. Same what we are doing now. Now, Nowadays it's common. All are travelers. We met each other from a traveling forum of Facebook. It's got nearly 2. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ എപ്പോഴായാലും ഏത് പ്രായമാണെങ്കിലും അവർ യാത്ര ചെയ്തിരിക്കും. ഇത് തന്നെയാണ് നല്ലൊരു എക്സാമ്പിൾ. ഇത് തന്നെയാണ്. ഇവിടെ ഏജ് ഒരു ഫാക്ടറല്ല, ജോലി ഒരു ഫാക്ടറല്ല, അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ്. ഇതിനകത്ത് എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഈവൻ 89, 68, 50, 30 അങ്ങനെ പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഒന്നും ഒരു ഫാക്ടേഴ്സേ അല്ല, ഒരു ബാരിയേഴ്സേ അല്ല യാത്ര ചെയ്യാൻ വേണ്ടി. യാത്ര ചെയ്യണമെന്നുള്ളവർ എപ്പോഴാണ് യാത്ര ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങളിപ്പം ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അവിടെ നിന്ന് പുറപ്പെട്ടു. ഇപ്പം ഞങ്ങൾ വഴിയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന തേങ്ങ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, തെങ്ങ TENGA, ആ ഒരു വില്ലേജാണ് കേട്ടോ. വില്ലേജ് അല്ല, ശരിക്കും ഒരു പട്ടണം എന്ന് വേണം പറയാം. ഒരു പട്ടണം എന്ന് പറയാൻ പറ്റും. കാരണം അത്യാവശ്യം നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ടൗണുകളിൽ വെച്ച് ഏറ്റവും വലിയ ടൗണാണിത്. എല്ലാ സാധനങ്ങളും, വലിയൊരു മാർക്കറ്റ് തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ കാണുന്ന ഒരു മാർക്കറ്റാണ്. നമ്മൾ ടൗണിനുള്ളിലേക്ക് പോയിട്ടില്ല. ശരിക്കും നമ്മുടെ തവാങ്ങിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയുടെ സൈഡിൽ തന്നെയുള്ള മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ താഴേക്ക് നോക്കി ഒരുപാട് ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാം. അവിടെ എനിക്ക് തോന്നുന്നു അവരുടെ വീടുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു ടൗൺഷിപ്പും ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. ഒരു വഴിയും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല, ജസ്റ്റ് പുറത്ത് ഏറ്റവും ഔട്ടറിൽ തന്നെയാണ്. അതായത് എന്താ പറയുക, തവാങ്ങിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഇത്രയും വലിയ ലെങ്തിലുള്ളൊരു ടൗണുണ്ട്. നമ്മളിപ്പം കുറച്ച് കോഴി വാങ്ങാനൊക്കെ വന്നതാണ് കേട്ടോ. പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചു. പച്ചക്കറിയെല്ലാം നമ്മൾ ഇവിടുന്ന് മേടിച്ചു. ശേഷം കുറച്ച് കോഴി നമ്മൾ ഇവിടുന്ന് മേടിച്ചു. അവിടെ പോയി ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. ബ്രോയിലർ കോഴിയാണ്, ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ മേടിച്ച് പോവാണ്. കാരണം ഇവിടെ ടൈം ഇപ്പോൾ സമയം 5:45 ആവുന്നതേ ഉള്ളൂ. 5:45 ആവുന്ന സമയത്താണ് ഈ ഒരു ഇരുട്ട് ഇവിടെ. അപ്പോൾ ആലോചിച്ച് നോക്കി എത്ര പെട്ടെന്ന് നമ്മൾ ഇരുട്ടാവുന്നതെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നല്ല വെട്ടം വെളിച്ചുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ നേരത്തെ അടയ്ക്കും. നമ്മൾ അതിനു മുമ്പ് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുവാണ്. ബുംബും നമ്മൾ പുള്ളിക്കൊരു പേരൊക്കെ ഇടും, ബുംബും. പുള്ളി എവിടെ പോയാലും പുള്ളി ട്രേഡ് മാർക്ക് സംഭവമുണ്ട്, ബുംബും എന്ന് പറഞ്ഞാൽ ബുംബും. ആരുമല്ല ഞാൻ. പുള്ളി എവിടെ പോയാലും എല്ലാ കടലും ഒന്ന് കയറി ഇറങ്ങും ആശാൻ. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു നല്ല അറിവ് സമ്പാദിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇപ്പം അതുപോലെ തന്നെ പുള്ളി എല്ലാ കടലും കയറി ഇറങ്ങി റൗണ്ട് അടിച്ച് വന്നതാണ് കേട്ടോ. മാഷ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇനിയിപ്പം ഇനി ഇവിടെ നിർത്തുന്നില്ലല്ലോ. ഇനി അടുത്ത് സാധനം എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഇനി സാധനങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞില്ലേ? ക്യാമ്പ് ചെയ്യണം. ഇനി ക്യാമ്പ് ചെയ്യാൻ സ്ഥലം വേണം. സ്ഥലം, വെള്ളം എല്ലാം ഉള്ള സ്ഥലം വേണം. ഇവിടെ മെയിൻ പ്രശ്നം ആർമിയുടെ ക്യാമ്പാണ് മിക്ക സ്ഥലങ്ങളിലും. എല്ലാ ഏരിയയും ആർമി സെറ്റിൽമെൻറ്റ്സും അവരുടെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളത് നോക്കി വേണം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. അതിക്രമിച്ച് കയറി ക്യാമ്പ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ അകത്തായിരുന്നു വരും. അതുകൊണ്ട് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ. പിന്നെ സേഫ്റ്റി നോക്കണം, ലാൻഡ് സ്ലൈഡുള്ള സ്ഥലമാണോ നോക്കണം, പൊടിയുള്ള സ്ഥലമാണോ നോക്കണം, വെള്ളമുള്ള സ്ഥലമാണോ നോക്കണം. ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് ഇനി ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ. മനോട്ടൻ കാര്യമായ ഷോപ്പിങ്ങിനാണ്. നമ്മൾ ഇത്രയും നാൾ പച്ചക്കറി വാങ്ങിയിട്ട് പച്ചക്കറി നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറി അല്ല, കിട്ടുന്ന പച്ചക്കറി വാങ്ങിക്കുക. ഇവിടെ എല്ലാം ഉണ്ടല്ലേ, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇത് നല്ലൊരു കടയാണ് കേട്ടോ. പച്ചക്കറി മാത്രമല്ല, പഴങ്ങള്, പച്ചക്കറി, വെണ്ടയ്ക്ക, കോവയ്ക്ക വേറെ അതൊന്നും സാധനം വേറെ ടൈപ്പ് സാധനമാണല്ലോ. കോവയ്ക്കല്ലല്ലേ അത്, കരയില മറ്റേ പാവയ്ക്കയുടെ അതാണത്. വെള്ളരിക്ക പോലെ ഒരു സാധനം, ഒരു പ്രത്യേക സാധനം. ഇതിന്റെ വലിപ്പം നോക്കി, തോരൻ വെക്കുന്ന കോവയ്ക്ക പോലെ തോരൻ വെക്കുന്ന സാധനമാണ്. വലിപ്പമുണ്ടോ? എന്തായാലും എല്ലാം ഒത്തു കിട്ടി, എല്ലാം കൊണ്ടും നല്ലൊരു കട. നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുന്ന കാഴ്ചകൾ വഴി രാത്രിയായി. എന്നാലും നോക്കട്ടെ, ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം കാണിക്കാൻ പറ്റുമോ നോക്കാം. ബാക്കി കാര്യങ്ങൾ വഴിയേ